കളംകാവൽ മൂവിയുടെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്കയുടെ കിടിലമൊരു ത്രില്ലർ മൂവിയാണ്. ഒരു പിടുത്തവും തരാത്ത ട്രെയിലർ തന്നെയായിരുന്നു. എന്താണ് മൂവിയിലുള്ളത് എന്ന് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ പോലും ഒരു ഹിന്റ് തരാതെയുള്ള ഒരു ട്രെയിലറും ടീസറും എല്ലാമായിരുന്നു റിലീസ് ചെയ്തിരിക്കുന്നത്. മമ്മൂക്ക നായകനാണോ വില്ലനാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചില മമ്മൂക്കയുടെ ആറ്റിറ്റ്യൂഡെല്ലാം കാണുമ്പോൾ ഒരു സൈക്കോയെ പോലെ തോന്നുന്നുണ്ട്. ഇത് എൻ്റെ മാത്രം തോന്നലാണെന്നാണ് തോന്നുന്നത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഒരു കിടിലം സിനിമറ്റോഗ്രാഫിയോട് കൂടിയിട്ടുള്ള മൂവിയായിട്ടാണ് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുപോലെ തന്നെ പെർഫെക്റ്റ് എഡിറ്റിംഗ് എന്ന് പറയാം. ഒരു ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ മതി. അതിൻ്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിളായി തന്നെ നമുക്ക് ഈ മൂവിയുടെ ട്രെയിലറിനെ വിശേഷിപ്പിക്കാം. മമ്മൂക്കയും വിനായകനും അസീസും എല്ലാമാണ് പ്രധാന കഥാപാത്രങ്ങളായി ഇതിൽ എത്തുന്നത്. 2 ദിവസം മുന്നേ ഇതിലെ ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അതിഗംഭീരമായ ഒരു സോങ്. നമ്മുടെ പഴയ കാലത്തിലെല്ലാം നമ്മൾ കേൾക്കുന്ന ഒരു തമിഴ് പാട്ട് പോലെയുണ്ട്. ശരിക്കും ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു സൈക്കോയെല്ലാം വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ പാടുന്ന പാട്ട് പോലെ തോന്നുന്നുണ്ട്. ഇത് മമ്മൂക്കയെ കാണിക്കുമ്പോൾ പാടുന്ന പാട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും പാട്ടിലും പ്രത്യേകിച്ച് വിഷ്വൽസ് ഒന്നുമില്ലാതെ ലിറിക്സോട് കൂടിയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. ട്രെയിലറിലും ടീസറിലും സോങ്ങിലും ഒന്നിലും നമുക്ക് ഇത് എന്താണെന്നുള്ള ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇപ്പോൾ ഇറങ്ങിയ ട്രെയിലറിൽ മമ്മൂക്കയുടെ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു സീനുണ്ട്. അത് കിടിലൻ തന്നെ. നവംബർ 27 മൂവി റിലീസ് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് എന്താണ് മൂവി എന്നുള്ളതെല്ലാം അന്ന് കണ്ടറിയാം. ട്രെയിലറും ടീസറും എല്ലാം കണ്ടിട്ട് ഒരു കിടിലം ക്രൈം ത്രില്ലറായിട്ടാണ് തോന്നുന്നത്. ഇനി അങ്ങനെ തന്നെയാണോ എന്നുള്ളതെല്ലാം നമുക്ക് വഴിയെ മനസ്സിലാകും. ഇനി മൂവി കണ്ടതിന് ശേഷം അതിൻ്റെ റിവ്യൂവുമായിട്ട് വരാം.